ഹായ് ഗൈസ്, സെക്കൻഡ് ഡേ. അപ്പോൾ എഗ്മോർ സ്റ്റേഷനിൽ അടുത്ത് പോകാനുള്ളത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്തു. അപ്പോൾ മെമുവിലാണ് പോകേണ്ടത്. ഒരു 5 രൂപയാവും ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷൻ വരെ. അപ്പോൾ നമുക്ക് പോവാം. അടുത്ത ലക്ഷ്യം നമ്മുടെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമാണ്. അപ്പോൾ നേരെ അവിടത്തേക്ക് പോയിട്ട് നമ്മുടെ എക്സ്ട്രാ വരുന്ന ലഗേജൊക്കെ അവിടെ വെച്ച് ഒന്ന് ഫ്രീ ആയി, എന്നിട്ട് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ ചെന്നൈയിലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഒന്ന് ഫുഡൊക്കെ കഴിക്കണോ, കുറച്ച് സ്ഥലങ്ങളൊന്ന് കാണണം. അതാണ് നെക്സ്റ്റ്. നമ്മൾ നേരെ വന്ന് ഇറങ്ങിയത് 11ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ചെങ്കൽപ്പേട്ട് ജംഗ്ഷനിലേക്ക് പോകുന്ന മെമു, സദേൺ റെയിൽവേയുടെ മെമു. നമ്മുടെ ട്രെയിന് ഈ ഭാഗത്തുനിന്നായിരിക്കും വരിക. നമ്മളെ ട്രെയിൻ എത്തി. ഇപ്പൊ ചെന്നൈ ബീച്ച് വരെ പോകുന്ന ഒരു മെമു ആണിത്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് പാർക്ക് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. പാർക്ക് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ തൊട്ടു മുന്നിൽ വരുന്ന മെമു അഥവാ ലോക്കലൊക്കെ നിർത്തുന്ന സ്റ്റേഷനാണ് പാർക്ക് സ്റ്റേഷൻ. ഇത് മൊത്തം ചെന്നൈൻ്റെ സബർബൻ നെറ്റ്വർക്കാണ്. ഇതിൽ EMU, ME, MU എന്ന് പറയുന്ന മെമു ടൈപ്പ് ട്രെയിൻസ് ആണ് ചെന്നൈൻ്റെ ഓൾമോസ്റ്റ് സിറ്റിയുടെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയത് ഒരു 6:40 ആ ഒരു ടൈമിലാണ് രാവിലെ. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ആളുകളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പീക്ക് ടൈമൊക്കെ ആകുന്ന സമയത്ത് ആളുകൾ കൂടും. അപ്പോൾ ഇത് പുലർച്ചെ ഒരു 4 മണി തൊട്ട് രാത്രി മിഡ് നൈറ്റ് ഒരു 12 മണി വരെ ഉണ്ടാവും. ഇതിലേറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ 5 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് കൂടുമ്പോഴും ഈ ട്രെയിൻ ഉണ്ട് എന്നാണ്. പ്രധാനപ്പെട്ട റൂട്ടുകൾ വരുന്നത് ചെന്നൈ ബീച്ച് തൊട്ട് താമ്പരം, അതുപോലെ ചെങ്കൽപ്പേട്ട്, പിന്നെ MMC തൊട്ട് അരക്കോണം, ഗുമ്മിടി പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം വരെ, പിന്നെ MRTS ബീച്ച് തൊട്ട് വെലച്ചേരി വരെ. എഗ്മോർ സ്റ്റേഷനിൽ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മെമു ആണ് കയറേണ്ടത്. ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ്റെ പേര് മെമുവിൽ വരുന്ന സമയത്ത്, എഗ്മോറിന് മെമുവിൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാർക്കാണ്. പാർക്ക് സ്റ്റേഷനാണ് മെമുവിൻ്റെ. അത് നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റേഷനിലേക്കല്ല ആ മെമു വരുക. ഇവിടേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി ചുറ്റണം. ആ മെമു വരുന്നത് റോഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മെമു സ്റ്റേഷനിലേക്കാണ് ആ ഒരു ട്രെയിൻ വരും. എഗ്മോർ എന്ന് വരുന്ന ലോക്കല്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ഡിജിറ്റൽ ക്ലോക്ക് റൂമിലാണ് നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലെ 6ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മുന്നിലായിട്ട് വരുന്നതാണ്. 6ാമത്തെ പ്ലാറ്റ്ഫോം ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിന്റെ സൈഡിലായിട്ടാണ് ഈ ഡിജിറ്റൽ ക്ലോക്ക് റൂം ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് തന്നെ വെക്കാൻ പറ്റും. ഇതൊരു സെൽഫ് സർവീസബിൾ ലോക്കറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു റെയിൽവേന്റെ സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ ഈ കമ്പനീൻ്റെ സ്റ്റാഫിൻ്റെയോ ആവശ്യം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്പർ അടിക്കുന്നു, ഫോണിലൊരു OTP വരുന്നു. ആ OTP സ്ക്രീനിലേക്ക് അടിച്ചതിന് ശേഷം പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ലോക്കറിൻ്റെ നമ്പർ കാണിക്കും. ആ നമ്പർ കാണിച്ച ആ ലോക്കർ ആ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു തരും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ലഗേജും കാര്യങ്ങളിലൊക്കെ സേഫാക്കി വെച്ചിട്ട് ജസ്റ്റ് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വെച്ച് ഇപ്പോൾ തുറന്നു വരുന്നത് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ലോക്കർ തുറന്നു വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ വെക്കുക, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമ്മൾ മുന്നേ വന്ന സമയത്ത് ഈ സ്റ്റേഷൻ്റെ സൈഡിലായിട്ടുള്ള ആ റോഡിൽ നല്ല കുറച്ച് ഹോട്ടൽസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മുന്നേ കഴിച്ചതുമാണ്. അപ്പോൾ അവിടത്തേക്ക് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റോറൻറ്റൊക്കെ കാണാൻ പറ്റും. സ്റ്റേഷൻ ഈ മതിലിൻ്റെ അപ്പുറമാണ്. സ്റ്റേഷൻ ഇതാ. നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ പോവാം.
ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഹോട്ടൽ, ഓസ്കാർ റെസ്റ്റോറൻറ്റ്. സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് കുറെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പറ്റും. എന്തൊക്കെയാണ്? എന്ത് വേണം? ഇഡ്ലി, വട, പൊങ്കൽ, പൂരി, മസാല ദോശ, എങ്ങനെയാന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഏതാ ചൂസ് ചെയ്യുന്നത്? അണ്ണ ഈ സുടുതണ്ണി കൊടുന്ന് പറഞ്ഞു. ഓസ്കാർ ഹോട്ടലിലെ പൊങ്കലാണ് കഴിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തമിഴ് സാമ്പാർ. ഈ സാമ്പാർ കുറച്ച് മിക്സ് ആക്കിയിട്ട് ഇതൊരു സ്പൂണ് കഴിക്കുമ്പോ ഇല്ല എന്റെ പൊന്നെ. ചട്നി നൈസാണ്. തക്കാളിന്റെ ചട്നിയാണ്. തക്കാളിയും പിന്നെ ചുവന്ന മുള അരച്ചതായിട്ട് കാണുന്നുണ്ട്. സാമ്പാർ നല്ല ഫ്ലേവർഫുൾ സാമ്പാറാണ്. കുറച്ച് വെള്ളം പോലത്തെ ആണെങ്കിലും നല്ല ഫ്ലേവർഫുൾ ആണ്. പിന്നെ നമ്മുടെ തേങ്ങാ ചട്നി. പൊങ്കലിന് 70, 3 ഇഡ്ലിക്ക് 45, വട 20, ടീ 20. ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ചെന്നൈ ബീച്ച്. നമ്മൾ വന്ന സെയിം റൂട്ടാണ്, മെമ്മൂയിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ സബ്വേ ഇറങ്ങിയിട്ട് വേണം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. സബ്വേ വരുന്നത് ഈ ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ. ഇന്ന് ഈവനിങ് ആണ് നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ ഹൗറയിലേക്ക്. ഫസ്റ്റ് പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ്, മറീന ബീച്ച്. സബ്വേ ഇറങ്ങി കയറി റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി. 19-ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ ദാന സ്ഥാപനമായ രാജാ സർ രാമസ്വാമി മുതലിയാർ ചൗൾട്രിയുടെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ആ ഒരു കാലത്ത് റെയിൽവേ വഴി എത്തുന്ന യാത്രക്കാർക്ക് സൗജന്യമായി താമസവും ഭക്ഷണവും നൽകുന്നതിനായാണ് ഈ ദാന വിശ്രമശാല എന്ന് അർത്ഥം വരുന്ന ചൗൾട്രി സ്ഥാപിച്ചത്. 1884 സ്ഥാപിച്ചത്. 1960കളോളം ഇത് സജീവമായി പ്രവർത്തിച്ചു. ഇതാണ് ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ. ഇത് രണ്ടും രണ്ട് റൂട്ടായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഈ സെൻട്രൽ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടെർമിനലാണ്. അവിടെ വരുന്ന റെയിലുകളെല്ലാം അവിടെ അവസാനിക്കും. അതിന്റെ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല. ആ ട്രെയിന് വന്നിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആ ബിൽഡിംഗ് ഉള്ളത്. അതേ ട്രെയിന് മുന്നോട്ട് വരികയാണെങ്കിൽ ആ ബിൽഡിങ്ങും കഴിഞ്ഞിട്ട് ഈ റോഡിലേക്ക് എത്തും. ആ ടൈപ്പ് ഒരു ഡിസൈനാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ളൊരു ലൈനാണ് ഈ ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷൻ്റെത്. അപ്പൊ നമുക്കിനി പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബീച്ച് സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പാർക്കിൽ നിന്ന് ബീച്ചിലേക്കും പെർ ഹെഡ് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടിക്കറ്റ് എടുത്തു. ചെന്നൈ ബീച്ചിലേക്ക് ചെന്നൈ പാർക്കിൽ നിന്ന് ടിക്കറ്റ് ചാർജ് 20. ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ ഇറങ്ങി. നെക്സ്റ്റ് ബസ് സ്റ്റോപ്പാണിത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 6D, ബസ് നമ്പർ 6D ആണ് നമുക്ക് ചെന്നൈ ബീച്ചിലേക്ക് പോകേണ്ടത്. 6D ബസ് എത്തിയിട്ടുണ്ട്. ബസ്സിൽ കയറി തമിഴ്നാട് വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ബോർഡിന്റെ മുന്നിലാണ് ബസ് ഇറങ്ങിയത്. അപ്പൊ ഇവിടെ നമ്മൾ ബീച്ചിലേക്ക് നടക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ബീച്ചാ.
അങ്ങനെ നിങ്ങോളം കുറേ ഉണ്ട് ദൂരം നടക്കാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ അർബൻ ബീച്ച് കൂടിയാണ് ഈ ചെന്നൈയിലെ മറീന ബീച്ച്. ഏകദേശം 13 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട് ഫാസ്റ്റ് ഫുഡിനായിട്ട്, കൂൾ ഡ്രിങ്ക്സുകൾ. ബീച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ദൂരത്തിലുള്ളത്, നീളത്തിൽ അങ്ങോളം നടക്കാനുണ്ട് ഇഷ്ടം പോലെ. മറീന ബീച്ചിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു മരുഭൂമിയിൽ ഇറങ്ങിയ ഒരു പ്രതീതി. കാരണം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും പൂഴിയോട് പൂഴി. നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. കടൽ കാണണമെങ്കിൽ ഇതാ കാണുന്ന ചെറിയ ഷോപ്പുകളിലില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് പോകണം കടൽ കാണണമെങ്കിൽ. അതുകൊണ്ട് കടൽ കാണാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിച്ചു. ഇപ്പൊ നേരെ ഇടതുവശത്തെ ആ ഒരു ബീച്ചിന്റെ എൻഡിങ് ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ്. വോളിബോൾ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ബോളോ. പ്രാക്ടീസ് നടക്കുന്നുണ്ട് കുട്ടികളെ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ പ്ലേ ഗ്രൗണ്ടുകൾ ചുറ്റും കാണാം. അങ്ങ് ദൂരെയൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാനും ഒരു ഫ്രീ ടൈം എൻജോയ്മെൻറ്റിനെല്ലാം പറ്റിയ സ്ഥലമാണ്. നമ്മളിപ്പോൾ മറീന ബീച്ചിലെ ഒരു സ്മാരകത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഐഡിയ ഇല്ല. അത് ഇവിടെ തമിഴിൽ എഴുതി വെച്ചിട്ടാ. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശ്രീമതി ജയലളിത, എടപ്പാടി കെ പളനിസ്വാമി അവർ നേതൃത്വം നൽകി തറക്കല്ലിട്ടു. ഇത് ജയലളിതേൻ്റെ ശവകുടീരാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം. നമ്മളിവിടെ കയറുന്ന പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കണം. ഇവിടെ ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് MGRൻ്റെയും അതേ ജയലളിതയുടെയും ഒരു സ്തൂപമൊക്കെ കാണാം, സ്റ്റാച്യു. MGRൻ്റെ ശവകുടീരമാണിത്. MGRൻ്റെ ഈ ശിലാഫലകം കഴിഞ്ഞു. അടുത്തത് ജയലളിതൻ്റെയാണ്. ഇതൊക്കെ ഒരേ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വഴിയിൽ തന്നെയാണ്. ഫസ്റ്റ് MGRൻ്റെ വരും, അത് കഴിഞ്ഞിട്ടാണ് ജയലളിതേൻ്റെ വരുന്നത്. എവിടെയെങ്കിലും കാണാവുന്ന പോലെ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ നടുക്കായിട്ടാണ് അവിടെയാണ് വരുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ജയലളിതയെ പുഴച്ചി തലൈവി അഥവാ വിപ്ലവ നായിക അല്ലെങ്കിൽ വിപ്ലവ നേതാവ് എന്നാണ് ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. അതേപോലെ അയറൺ ലേഡി ഓഫ് തമിഴ്നാടു എന്നുകൂടെ അറിയപ്പെട്ടിരുന്നു ജയലളിതയെ. ഇവിടെ ഒരു ചേച്ചി പൂക്കൾ കൊണ്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഈ വന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു അമ്മ മ്യൂസിയം ഉണ്ട്. അതുപോലെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോളജ് പാർക്കും ഉണ്ട്. രണ്ട് സൈഡിൽ ഇങ്ങനെ രണ്ട് നിർമ്മിതികളുമുണ്ട്. അപ്പൊ അവിടുന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് കണ്ടൊരു ഹോട്ടലിൽ തന്നെ കയറി. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഇരിക്കാനൊക്കെ വളരെ മിനിമലായ സൗകര്യങ്ങളേ ഉള്ളൂ. അമ്പൂർ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു കുളമ്പുണ്ടായിരുന്നു, ഗ്രേവി, പിന്നെ ഈ ഉള്ളിയുടെ ആ ഒരു സാലഡും. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ഒരാളുടെ ഒരു നേരത്തെ വിശപ്പ് മാറുന്ന രീതിയിലുള്ള റൈസിൻ്റെ ക്വാണ്ടിറ്റിയും പിന്നെ നല്ല വെന്ത ഇറച്ചിയും, നല്ല ഫ്ലേവർഫുൾ ഇറച്ചിയാണ്. പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു. ജസ്റ്റ് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നേരെ എത്തിയിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ. അധികം റഷൊന്നും ഇല്ല. ഇവിടെ നല്ല കാറ്റും നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. നമ്മളെ ട്രെയിന് ഹൗറയിലേക്കുള്ള ട്രെയിന് വരിക
ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇവിടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നേ അവർ ഗേറ്റ് ഒക്കെ തുറന്നു തരും. അപ്പോൾ അതിൽ കയറിയിരിക്കണം. ബാക്കി അടുത്ത വീഡിയോയിൽ.